മിഡാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഏറ്റവും കൂടുതൽ മൈലേജ് കൊടുക്കുക. റീസൈക്ലിങ്ങിന് ഒത്തിരി എനർജി പോവും. ലാൻഡ് ഫില്ലായിട്ട് ഇത് കളഞ്ഞാൽ അല്ലെങ്കിൽ കത്തിച്ചാൽ ഒത്തിരി പൊല്യൂഷൻ ഉണ്ടാവും. എന്നാലും റീയൂസ് ചെയ്യുന്നത് നമ്മുടെ എൻവയൺമെൻറ്റിന് വളരെ നല്ല ഒരു കാര്യമാണ്. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ ടയർ റീട്രേഡിംഗ് മെറ്റീരിയൽ നിർമ്മാതാക്കളായ മിഡാസ് മൈലേജിൻ്റെ കോട്ടയത്തെ ആസ്ഥാന മന്ദിരത്തിലാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ സ്വാഭാവിക റബ്ബറിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് കേരളമാണ്. അതിൽ തന്നെ കോട്ടയമാണ്. ഈ കോട്ടയത്തു നിന്നും രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്ത് മറ്റ് 50 രാജ്യങ്ങളിലേക്കും പടർന്നു പന്തലിച്ച മിഡാസ് മൈലേജിൻ്റെ സംരംഭക വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ജോർജ് വർഗീസ് സാറിൻ്റെ ഇളയ മകനും മിഡാസ് മൈലേജിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളുമായ ശ്രീ പൗലോസ് വർഗീസ് അവർകളാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമ്മുടെ ഒരു ജനറൽ റബ്ബേഴ്സ് 1969 അവിടുന്ന് മിഡാസ് മൈലേജിലേക്ക് ഇന്ന് ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി, ആ വളർന്നെത്തിയതിൻ്റെ ഒരു കഥയെന്ന് പറയുമോ, ചുരുക്കത്തിലെന്ന് പറയുമോ? 1969 എൻ്റെ ഫാദർ ചെറിയൊരു ബിസിനസ്സായിട്ട് മിക്സിംഗ് ഒക്കെ ആയിട്ട് തുടങ്ങിയതാണ്. പിന്നെ KSRTC സപ്ലൈ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് സപ്ലൈയുമായിട്ട് ഒരു സക്സസ്ഫുൾ ഓർഗനൈസേഷനായിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ റീട്രേഡിംഗ് മേഖലയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. അപ്പം സാധാരണഗതിയിൽ ഇതിന്ന് ടയറിലോട്ടൊക്കെ ആൾക്കാർ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. എന്നാലും ഫാദറിൻ്റെ ഒരു ഫിലോസഫി, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിൻ്റെ അകത്ത് തന്നെ സക്സസ് കിട്ടുമെന്നായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോഴും ഞങ്ങൾ ആ ഫീൽഡിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് മാക്സിമം ഞങ്ങളിപ്പം 6 ഫാക്ടറി ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഡീലേഴ്സ് ഉണ്ട്. 60 കൺട്രീസോളം ഞങ്ങൾക്ക് എക്സ്പോർട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഈ ഫീൽഡിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പം അതാണ് ഈ 60 ഇയേഴ്സിൻ്റെ ഒരു വളർച്ചയുടെ ചുരുക്ക കഥ. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് മിഡാസ് മൈലേജിൻ്റെ ഫൗണ്ടറായ ജോർജ് വർഗീസ് സാറിൻ്റെ മൂത്ത മകനും ഡയറക്ടർമാരിൽ ഒരാളായ ശ്രീ വർക്കി വർഗീസ് അവർകളാണ്. നമസ്കാരം സാർ. നമസ്കാരം. മിഡാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഏറ്റവും കൂടുതൽ മൈലേജ് കൊടുക്കുന്ന ട്രെഡ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പേര് മിഡാസ് മൈലേജ് എന്നിട്ടിരിക്കുന്നത്. ഞങ്ങൾ കസ്റ്റമേഴ്സിനോട് പോയി ഞങ്ങളുടെ മൈലേജിൻ്റെ കാര്യം സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ അവർ പറയും, നിങ്ങളുടെ മൈലേജിനെ പറ്റി കേൾക്കണ്ട, അത് ഞങ്ങൾക്കറിയാം, നിങ്ങൾ പ്രൈസിനെ പറ്റി സംസാരിച്ചാൽ മതി. സോ അതുകൊണ്ട് തന്നെ ആണ് ഈ മിഡാസ് മൈലേജ് എന്നുള്ള പേര് ഞങ്ങളെ നല്ലപോലെ ഒട്ടിയിരിക്കുന്നത്. മിഡാസ് മൈലേജിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ്? ഞങ്ങളുടെ പ്രോഡക്ട്സ് എല്ലാം ഈ റീട്രേഡിംഗ് എന്നുള്ള ഈ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സാണ്. ഞങ്ങൾ റീട്രേഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ആണ്. റീട്രേഡിംഗ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. എന്നാലും റീട്രേഡേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള മിക്ക മെറ്റീരിയൽസും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പാച്ചസ്, ടൂൾസ്, അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ അല്ലാതെ മിക്ക കാര്യങ്ങളും മേജർ ഐറ്റംസ് എല്ലാം ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നു. നമ്പർ ഓഫ് പ്രോഡക്ട്സ് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര നമ്പർ ഉണ്ടാവും പ്രോഡക്ട്സ്? അപ്പം ഞങ്ങളൊരു 10 ടൈപ്പ് പ്രോഡക്ട്സോളം ഉണ്ട്. ആ പ്രോഡക്ട്സിൻ്റെ അകത്ത് ഒത്തിരി SKUs കാണും. ബട്ട് ഈ 10 പ്രോഡക്ട്സാണ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രിക്യൂർഡ് ട്രെഡ് റബ്ബറാണ്. അപ്പം പ്രിക്യൂർഡ് ട്രെഡ് റബ്ബറാണ് റീട്രേഡിങ്ങിൽ ടയറിന് മോളി വരുന്ന പാറ്റേൺ ഉള്ള റബ്ബർ. അതാണോ ഇതിൽ ഒട്ടിച്ചെടുക്കുന്നത്? അതാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ 80% പ്രൊഡക്ഷനോളം അത് തന്നെയാണ്. ബാക്കി പിന്നെ പെരിഫറൽ പ്രൊഡക്ട്സ് ഉണ്ട്. അതിൻ്റെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗമ്മ്, സൊല്യൂഷൻ, അതിന് ഒരു റാപ്പ് ചെയ്യുന്ന ഒരു എൻവലപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. റീട്രേഡ് ടയർ പ്രിഫർ ചെയ്ത് വരുന്ന ഒരു കസ്റ്റമർ എന്തുകൊണ്ട് മിഡാസ് മൈലേജ് സെലക്ട് ചെയ്യണം? ഈ മിഡാസ് മൈലേജ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ട്രെഡിൻ്റെ ലോങ് ലാസ്റ്റിംഗ് മൈലേജാണ്. അപ്പം ഈ കുറച്ച് റീട്രെഡ് ചെയ്യുമ്പം കുറച്ച് ഹയർ കോസ്റ്റ് ഉണ്ടെങ്കിലും നമ്മളത് കൂടുതൽ ഓടിത്തീരുമ്പം ഒരു കോസ്റ്റ് പെർ കിലോമീറ്റർ നോക്കിയാൽ ഞങ്ങളുടെ ട്രെഡായിരിക്കും ഏറ്റവും വില കുറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ മിഡാസ് മൈലേജ് ചോദിച്ച്
ഉപയോഗിക്കുന്നത്. കമ്പാരിറ്റീവ്ലി, അതായത് അതിൻ്റെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ചിലവ് കുറവ് നമ്മുടെ ടയറിനായിരിക്കും. അതെ, അത് കോസ്റ്റ് പെർ കിലോമീറ്റർ എന്നാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മൈലേജ് ഗ്യാരണ്ടിയാണ് മിഡാസ് മൈലേജിന്. അതെ, മൈലേജ് ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു. ആൻഡ് ഞങ്ങൾക്ക് സർവീസ് എൻജിനീയേഴ്സും ഉണ്ട്. ആർക്കെങ്കിലും മൈലേജ് കിട്ടിയില്ലെങ്കിൽ അവർ മാർക്കറ്റിൽ പോയി ആ വണ്ടിക്കാരെയും റീട്രേഡേഴ്സിനെയൊക്കെ കണ്ട് പ്രശ്നം എന്നാന്ന് അന്വേഷിച്ച് കറക്റ്റ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലെത്തും. ഇവിടെ നമുക്ക് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഉണ്ടോ? ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഞങ്ങൾക്ക് ലാബുണ്ട്. അപ്പം സാമ്പിൾസ് എല്ലാം ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് ഓരോ ബാച്ചും ചെക്ക് ചെയ്ത് വെളിയെടുത്തുള്ളൂ. മിഡാസ് മൈലേജിൻ്റെ പ്ലാന്റുകൾ എവിടെയാണുള്ളത്? അപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് കേരളത്തിലും ചെന്നൈയിലുമാണ്. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കോട്ടയത്തിൻ്റെ സറൗണ്ടിങ് ഏരിയാസും ചെന്നൈയാണ്. പോണ്ടിച്ചേരി ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പം ഞങ്ങൾക്ക് അവിടെ ഇല്ല. കേരളത്തിൽ 5 ലൊക്കേഷനിലുണ്ട്, ചെന്നൈയിൽ ഒറ്റ ലൊക്കേഷൻ. ഇവിടെ എല്ലാം ഒരേ പ്രോസസ്സാണോ നടക്കുന്നത്? അല്ല, പല ഫാക്ടറി പല പ്രോസസ്സാണ്. പല പ്രോഡക്ട്സ് പല ഫാക്ടറിയിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് ഒറ്റ ലാർജ് ഫാക്ടറിയെക്കാട്ടിലും മാനേജ് ചെയ്യാനൊക്കെ ഇതാണ് എളുപ്പം. 100 വർക്കേഴ്സോളം മാക്സിമം ഞങ്ങൾ ഒരു ഫാക്ടറിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ടയർ റീട്രെഡ് ചെയ്ത ടയറുകൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത്? ആദ്യം ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇക്കണോമിക്കൽ. ഒരു ട്രക്ക് അല്ലെങ്കിൽ ബസ് ഓണറിന് പുതിയ ടയർ മേടിക്കുമ്പോൾ 25,000 രൂപ വരും. എന്നാലും ഒരു റീട്രെഡ് ടയറിന് 6,000 രൂപ 5,000 രൂപ ആ റേറ്റിന് റീട്രെഡ് ചെയ്ത് കിട്ടും. അപ്പം അതിൻ്റെ അകത്ത് ഭയങ്കര ലാഭമുണ്ട്. ബട്ട് അതുകൂടാതെ എൻവയൺമെൻ്റലി വളരെ ഒരു നല്ല കാര്യമാണ് ഈ ടയർ റീയൂസ് ചെയ്യുന്നത്. റീസൈക്ലിങ്ങിന് ഒത്തിരി എനർജി പോവും. ലാൻഡ് ഫില്ലായിട്ട് ഇത് കളഞ്ഞാൽ അല്ലെങ്കിൽ കത്തിച്ചാൽ ഒത്തിരി പൊല്യൂഷൻ ഉണ്ടാവും. എന്നാലും റീയൂസ് ചെയ്യുന്നത് നമ്മുടെ എൻവയൺമെൻറ്റിന് വളരെ നല്ല ഒരു കാര്യമാണ്. സോ ഈ 2 മെയിൻ ആസ്പെക്ട്സ് ആണ്. ഓഫ് കോഴ്സ് മിക്ക കമേഴ്ഷ്യൽ ഓർഗനൈസേഷനും ഇക്കണോമിക്കൽ ആസ്പെക്റ്റാണ് ആദ്യം ചിന്തിക്കുന്നത്. ബട്ട് രണ്ടാമത് ഈ ഇക്കോളജിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. ഒരു ടയർ, ട്രക്കിൻ്റെ ആയാലും ബസ്സിൻ്റെ ആയാലും ടയർ എത്ര പ്രാവശ്യം ഇതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ അമേരിക്കയിലൊക്കെ 4-5 പ്രാവശ്യമൊക്കെ റീട്രെഡ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അവിടെ നല്ല റോഡാണ്, നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ 4-5 പ്രാവശ്യം ആക്ച്വലി റീട്രെഡ് ചെയ്യും. എയർക്രാഫ്റ്റിൻ്റെ ടയർ അത് ഞങ്ങൾ ചെയ്യുന്നില്ല, ബിക്കോസ് വളരെ സ്പെഷ്യലൈസ്ഡ് വർക്കാണ്. ബട്ട് എയർക്രാഫ്റ്റിൻ്റെ ടയർ ഓൾമോസ്റ്റ് 10 പ്രാവശ്യം വരെ അവർ റീട്രെഡ് ഉപയോഗിക്കുന്നുണ്ട്. ശരി. അപ്പോൾ ഇത് സേഫ്റ്റി ആംഗിൾ ഒന്നും ഇല്ല ആക്ച്വലി, ബിക്കോസ് ഏത് ടയർ വേണമെങ്കിലും റീട്രെഡ് ചെയ്യാം. സാധാരണ ചെറിയ ടയറൊന്നും റീട്രെഡ് ചെയ്യാത്ത, ബിക്കോസ് ഇക്കണോമിക്കലി വയബിൾ അല്ല. പുതിയ ടയറിൻ്റെ കോസ്റ്റ് കുറവായതുകൊണ്ട് റീട്രെഡ് ചെയ്യണം എന്നൊരു ചിന്ത വരുന്നില്ല. തേഞ്ഞ് തീർന്ന ഒരു ട്രക്കിൻ്റെയോ ബസ്സിൻ്റെയോ ടയർ നമ്മൾ റീട്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നീട് ഒരു എത്ര കിലോമീറ്റർ അഡീഷണൽ കിട്ടാനാണ് ആവറേജ്? അപ്പം നമ്മൾ പറയുന്നത് 90 to 100% ഓഫ് ദ ന്യൂ ടയർ അതേ ആപ്ലിക്കേഷൻ അതേ റോഡിൽ ഓടിയാൽ 90 to 100% ഓഫ് ദ ന്യൂ ടയർ മൈലേജ് കിട്ടേണ്ടതാണ്. നമുക്കിപ്പം ഈ എയർക്രാഫ്റ്റിൻ്റെ ടയറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ബിസിനസ് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ മിഡാസ്? ഇല്ല. എന്താണെന്ന് വെച്ചാൽ എയർക്രാഫ്റ്റിൻ്റെ ടയർ വളരെ ഈ ഗവൺമെൻറ് കൺട്രോൾഡ് ഒരു ഐറ്റമാണ്. ഈ ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റിയൊക്കെ അവരുടെ അപ്രൂവലൊക്കെ വേണം. സോ ഇത് സാധാരണ ന്യൂ ടയർ മാനുഫാക്ചറേഴ്സ് മാത്രമേ ചെയ്യത്തുള്ളൂ. മിഷ്ലിൻ, ബ്രിഡ്ജ്-സ്റ്റോൺ, ഗുഡിയർ, ഡൺലപ്പ് അങ്ങനത്തെ. സോ ഈ ചെറിയൊരു പാർട്ടിക്ക് ഇങ്ങനത്തെ അപ്രൂവൽസ് ഒക്കെ കിട്ടാൻ വലിയ പാടാണ്. ശരി. നമുക്ക് കേരളത്തിൽ ഇപ്പം മിഡാസ് മൈലേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഒരു ക്ലയൻറ്റ് ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയത്ത് ആവേ മരിയ ബസ്, അവർക്ക് ഒരുപാട് ബസ്സുകളുള്ളതാണ്. അപ്പോൾ അവരുണ്ട്. വേറെ ആരൊക്കെയാണ് നമുക്ക് ഒരു ക്ലയൻറ്റ് ലിസ്റ്റിൽ? ഞങ്ങൾ മിക്കവാറും എല്ലാ ബസ്സുകാർക്കും, കൊണ്ടോടി, റുക്മ, ഇവർക്ക് എല്ലാവർക്കും സപ്ലൈ ഉണ്ട്. കൂടാതെ ഞങ്ങൾ ട്രക്കുകാർക്കും എല്ലാം ഞങ്ങൾ ഡയറക്റ്റ് സപ്ലൈ ഇല്ല. ഞങ്ങളുടെ ഡീലർ ത്രൂ ഡീലർ റീട്രേഡറിന് കൊടുക്കും, റീട്രേഡർ ഇവർക്ക് സപ്ലൈ കൊടുക്കും. സോ അങ്ങനെയാണ് ഞങ്ങളുടെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഡയറക്റ്റ് സപ്ലൈ ഇല്ല, ബട്ട് ഇവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്.
നമുക്ക് ഒരു ടയർ റീട്രെഡ് ചെയ്ത ടയർ മിഡാസിൻ്റെ ബ്രാൻഡിൽ തന്നെ അങ്ങനെ ഒരു ഡീലർഷിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടോ? മിഡാസിൻ്റെ സ്വന്തം ഡീലർഷിപ്പുകൾ? അതിപ്പം തൽക്കാലം അങ്ങനെ ഒരു ചിന്തയില്ല. ശരി. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഡീലർഷിപ്പ് സിസ്റ്റം ഞങ്ങൾക്ക് ആക്ച്വലി ഈസ് വെരി സക്സസ്ഫുൾ. സോ വേറൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനലിലോട്ട് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ല. മിഡാസ് മൈലേജിൻ്റെ ഒരു മാർക്കറ്റ് ഷെയർ വരുന്നത് എങ്ങനെയാണ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും? ഇന്ത്യയിൽ ഞങ്ങൾക്കൊരു നല്ല മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഒരു 40% ഒക്കെ കാണുമായിരിക്കും. ഇത് ഇച്ചിരി ഒരു ഡിസോർഗനൈസ് സെക്ടർ ആയതുകൊണ്ട് നമുക്കൊരു 100% പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു എക്സാക്ട് ഫിഗർ പറയാൻ പറ്റില്ല. ഒരു 5000 റീറ്റെയിലേഴ്സോളം കാണുമായിരിക്കും മാർക്കറ്റിൽ, അല്ലെങ്കിൽ അത് കൂടുതൽ കാണുമായിരിക്കും. ബട്ട് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പാടാണ്. ഇൻ്റർനാഷണലി ഞങ്ങളുടെ മാർക്കറ്റ് ഷെയർ വളരെ കുറവാണ്. ആൻഡ് ഞങ്ങൾക്ക് ഓൺലി 10% ഓഫ് ഞങ്ങളുടെ സെയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബട്ട് അത് പതുക്കെ വളരുന്നുണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ അറിയത്തില്ല. മിഡാസ് മൈലേജിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? എക്സ്പാൻഷൻ പ്ലാൻസ്? ഞങ്ങൾ ഈ ഫീൽഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശം. അപ്പോൾ അതിൻ്റെതായ ഇമ്പ്രൂവ്മെൻറ്റ്സും ഓട്ടോമേഷനും പുതിയ പ്രോഡക്ട്സ് ഇതിൻ്റെ അകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയ മെഷീനറി, ഇമ്പോർട്ടഡ് മെഷീനറി ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആവശ്യം ഉള്ളപ്പം, ഇന്ത്യയിൽ കിട്ടാത്തപ്പം. അങ്ങനെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പുതിയ പ്ലാന്റുകൾ വല്ലതും അത് കോട്ടയത്തിന് പുറത്തേക്കോ അല്ലെങ്കിൽ കോട്ടയത്ത് തന്നെയോ പുതിയ പ്ലാന്റുകൾ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ കേരള, ചെന്നൈ അല്ലാതെ ഞങ്ങൾ വേറെ പ്ലാൻ ചെയ്യുന്നില്ല. ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഈ 2 സ്ഥലത്ത് തന്നെയാണ്. ഈ റീട്രേഡിങ്ങിന് പെട്രോളിയം സേവ് ചെയ്യാൻ വളരെ കഴിവുള്ള ഒരു മേഖലയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടയറിൻ്റെ 50% കൂടുതൽ പെട്രോളിയം പ്രോഡക്റ്റാണ്. ആ ടയർ റീയൂസ് ചെയ്ത് 2-3 പ്രാവശ്യം റീയൂസ് ചെയ്യാൻ സ്കോപ്പ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് റീട്രേഡിങ്. സോ നമ്മുടെ രാജ്യത്തിൻ്റെ പെട്രോളിയം ഡിപ്പെൻഡൻസിയും കുറയ്ക്കാൻ സ്കോപ്പുള്ള ഒരു ഇൻഡസ്ട്രിയാണ് റീട്രേഡിങ്. ഇന്ത്യക്ക് പുറത്ത് നമുക്ക് എങ്ങനെയുണ്ട്? നമുക്കൊരു ആക്സെപ്റ്റൻസ്, സ്വീകാര്യത എങ്ങനെയുണ്ട് നമ്മുടെ മിഡാസ് മൈലേജിന്? ഇന്ത്യയുടെ പുറത്താണെങ്കിൽ ഒരു 50 രാജ്യങ്ങളിലോട്ട് ഞങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം വളരെ നല്ല ആക്സെപ്റ്റൻസ് ആണ്. കോട്ടയം സ്വദേശിയായ ജോർജ് വർഗീസ് എന്ന സംരംഭകൻ 1969 കോട്ടയം കേന്ദ്രീകരിച്ച് ആരംഭിച്ച ജനറൽ റബ്ബേഴ്സ്, അത് കാലത്തിൻ്റെ വളർച്ചയിൽ മിഡാസ് മൈലേജായി 6 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റബ്ബർ റീട്രേഡിംഗ് മെറ്റീരിയൽ നിർമ്മാതാക്കളായി വളർന്ന ആ ഒരു സംരംഭക വിജയഗാഥയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇന്ത്യക്ക് പുറത്തേക്ക് മറ്റ് 50 രാജ്യങ്ങളിലേക്ക് കൂടി റബ്ബർ റീട്രേഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമായി മാറിയത് കേരളത്തിന്, പ്രത്യേകിച്ച് കോട്ടയംകാർക്ക് അഭിമാനിക്കാൻ ഏറെ വക നൽകുന്നതാണ്. മിഡാസ് മൈലേജിനും ഈ പ്രസ്ഥാനത്തിനും ഇവിടുത്തെ എല്ലാ ജീവനക്കാർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു സർ.